ജീവിതത്തിൽ രണ്ട് തരത്തിലാണ് നമ്മളെ മൈൻഡ് സെറ്റ് എപ്പോഴും ഉണ്ടാവുക. ചിലപ്പോൾ നല്ല സന്തോഷമുള്ള സമയമായിരിക്കും, പ്രതിസന്ധികളും പ്രയാസങ്ങളുള്ള സമയം ഉണ്ടാവും. ഈ രണ്ട് ഘട്ടത്തെയും ഇത് ഏറെയും കുറഞ്ഞും ആ വേരിയേഷൻ ഉണ്ടാവും നമുക്ക്. ചിലപ്പോൾ നല്ല സന്തോഷമുള്ള സമയത്ത് തന്നെ ചെറിയ ദുഃഖങ്ങളുണ്ടാവും. ചിലപ്പോൾ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ചെറിയ 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 സന്തോഷങ്ങളുണ്ടാവും. ഈ രണ്ട് ഘട്ടത്തെയും ക്ഷമ കൊണ്ടും നന്ദി കൊണ്ടും ശുക്ർ കൊണ്ടും സബർ കൊണ്ടും മറികടക്കാൻ കഴിയും എന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ്, ശുക്റും ഈമാനിൻ്റെ പകുതിയാണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഒരാളുടെ ഈമാൻ പൂർണ്ണമാകും എന്ന് പറയുന്നത്. ബദർ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ബദറിൽ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവുന്നു. ആ സഹായത്തെ വിശദീകരിക്കുന്ന സമയത്ത് ഖുർആൻ പറയുന്നത് വല ഇൻ തസ്ബിറു വതത്തഖു എന്നാണ്. രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് സഹായം ഉണ്ടാകുന്നത്. ഒന്ന്, നിങ്ങൾ ക്ഷമിക്കുമ്പോഴാണ്. ഏത് പ്രതിസന്ധിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ ക്ഷമിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കതിന് മുമ്പിൽ പരിഹാരങ്ങളുണ്ടാവും. ആ പരിഹാരത്തെ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ചിലപ്പോൾ അനുഭവിക്കാൻ കഴിയും. രണ്ടാമത്തത് തഖ്വ ഉണ്ടാവുക എന്നുള്ളതാണ്. ക്ഷമിക്കുകയും എല്ലാം അള്ളാഹുവിൽ അർപ്പിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ജീവിതത്തിൽ എവിടെയും പരാജയപ്പെടേണ്ടി വരില്ല എന്ന വലിയൊരു സന്ദേശം കൂടി ബദർ നൽകുന്നുണ്ട്.